ലേവ്യ പുസ്തകം അധ്യായം 21. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണിക്കുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം വീണ്ടും മോശയോട് അരുളി ചെയ്തു, അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയുക, പുരോഹിതൻ തൻ്റെ ജനത്തിൽ ഒരുവന്റെ ശവത്താൽ തന്നെ മലിനമാക്കരുത്. എന്നാൽ തൻ്റെ അമ്മ, പിതാവ്, മകൻ, മകൾ, സഹോദരൻ, തനിക്കടുത്തവളും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കാരാൽ അവനും മലിനനാകാവുന്നതാണ്. അവൻ തൻ്റെ ജനത്തിൽ പ്രധാനിയായിരിക്കുകയാൽ സ്വയം മലിനമാക്കി അശുദ്ധനാക്കരുത്. അവർ തലമുടി വടിക്കുകയും താടിയുടെ അറ്റം കത്രിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അരുത്. തങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായ കർത്താവിൻ്റെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു. ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം. വേശ്യയെയോ ദുർനടപ്പുകാരിയെയോ അവർ വിവാഹം കഴിക്കരുത്. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളെയും വിവാഹം കഴിക്കരുത്. അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധനാകുന്നു. അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിന്റെ ദൈവത്തിന് ഭോജനം അർപ്പിക്കുന്നവനാകയാൽ നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന കർത്താവായ ഞാൻ വിശുദ്ധനാകുന്നു. പുരോഹിതന്റെ മകൾ ദുർനടപ്പ് ചെയ്ത് തന്നെത്താൻ അശുദ്ധയാക്കിയാൽ അവൾ തൻ്റെ പിതാവിനെ അശുദ്ധനാക്കുന്നു. അവളെ തീയിൽ ദഹിപ്പിക്കണം. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും അംശവസ്ത്രം ധരിക്കുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. അവൻ യാതൊരു ശവത്തോട് അടുക്കുകയും അതിൽ തൻ്റെ അപ്പനോ അമ്മയോ ആയാലും അശുദ്ധനാകുകയും അരുത്. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ കിരീടം അവൻ്റെ മേലിരിക്കുന്നു. ഞാൻ കർത്താവാകുന്നു. കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരി, വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത്. സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. അവൻ തൻ്റെ സന്തതിയെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അശുദ്ധമാക്കരുത്. ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന കർത്താവ് ആകുന്നു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹ്റോനോട് പറയുക, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിക്കുവാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുവനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പ്രതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മന്ദൻ, കാഴ്ച കുറഞ്ഞവൻ, ചൊറിയുള്ളവൻ, പൊരിച്ചുണങ്ങുള്ളവൻ, ഷണ്ടൻ എന്നിങ്ങനെയുള്ളവരും അരുത്. പുരോഹിതനായ അഹ്റോന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുവനും കർത്താവിൻ്റെ ദഹനയാഗങ്ങൾ അർപ്പിക്കുവാൻ അടുത്തു വരരുത്. അവൻ അംഗഹീനൻ. അവൻ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിക്കുവാൻ അടുത്തു വരരുത്. തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം. എങ്കിലും തിരശ്ശീലയുടെ അടുക്കൽ ചെല്ലുകയോ യാഗപീഠത്തിങ്കൽ അടുത്തു വരികയോ അരുത്. അവൻ അംഗഹീനനല്ലോ.
അവൻ എൻ്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. മോശ ഇത് അഹ്റോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേലരോടും പറഞ്ഞു. ദൈവമേ, സ്തുതി നൽകി യോഗ്യമാകുന്നു. ഭാർഗമോ.